إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ സമയം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര പുറപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവർ മദീനയിൽ എത്തിയപ്പോൾ ആ മദീനയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് അവരെ നയിച്ച അമീർ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. മലയാളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട്
ഞങ്ങളെ സ്വീകരിക്കണേ നബിയല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ നബിയല്ലാ എന്നു തരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ ആവലാദികളും വേവലാദികളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം, അതിന് ആമീൻ പറയുന്ന നമ്മുടെ സഹോദരിമാരുടെ ആ ഒരു മുഖഭാവം കണ്ടാൽ തന്നെ എത്രമാത്രം ഒരു ആരാധന സ്വരൂപത്തിലാണ് അവരവിടെ ആ നിമിഷങ്ങളിൽ ആ പ്രാർത്ഥനയിൽ ലയിച്ചു പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും. ഒരുപക്ഷെ ആ ഹറമിലേക്ക് അവരെത്തുന്ന സമയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നുള്ള തൽബിയത്ത് ചൊല്ലിയപ്പോൾ കിട്ടാത്ത ഒരു ആവേശവും വല്ലാത്ത ഒരു ആരാധന സ്വഭാവവും ഈ റസൂലുള്ളയുടെ ആ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് റസൂലുള്ളയെ വിളിച്ചു തേടിയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് മലയാളത്തിലാണ് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥന അവരെ കേൾപ്പിച്ചത്. അപ്പോൾ അവർക്കത് അറിയുന്ന ഒരു ഭാഷയും റസൂലുള്ളയോടുള്ള ഒരു തേട്ടവുമായപ്പോൾ അതിനൊരു പ്രത്യേക ഭക്തി അവരിൽ തീർച്ചയായിട്ടും കണ്ടു. നേരത്തെ ഹറമിലേക്ക് പ്രവേശിക്കുന്ന ഹറമിലെത്തുന്നതുവരെ അവരുടെ വഴികളിൽ അവർ ചൊല്ലിയ തൽബിയത്ത് എന്താണ് എന്ന് അറിയാതെ ചൊല്ലിയത് കൊണ്ട് തന്നെ അതിന്റെ മഹത്വമോ അതിന്റെ പൊരുളോ അവർക്കറിയാത്തത് കൊണ്ട് അതിലെ ആരാധനാ സ്വഭാവത്തെ അവരുടെ ഇവിടെ മുഖഭാവത്തിൽ നിന്ന് പ്രകടമായതും ഇല്ല. ഒന്നിനു കാരണം അള്ളാഹുവിനോട് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക വർത്തമാനമാണ്, കരാറാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കൊരു ശരീക്കന്മാരുമില്ല, നിന്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് ഒരു മഖ്ലൂഖുമില്ല, നീ മാത്രമാണുള്ളത്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, സർവസ്തുതിയും നിനക്കാണ്, എല്ലാ നിഅമത്തും നിന്നിൽ നിന്നാണ്, നീയാണെല്ലാം, സർവ്വതും നിന്നിൽ നിന്നാണ്, വേറെ വിട്ടൊന്നും പ്രതീക്ഷയില്ല. അങ്ങനെ സർവ്വതും പ്രതീക്ഷയില്ലാതെ നിന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ ഹറമിലേക്ക്, നിന്റെ മസ്ജിദുൽ ഹറമിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു അല്ലാ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ച് തൽബിയത്ത് ചൊല്ലിയ ആ ഹാജിമാർ അല്ലെങ്കിൽ ഉംറ നിർവഹണത്തിന് അവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങൾ സഹോദരിമാർ, അവർക്ക് തൽബിയത്തിന്റെ മഹത്വമോ അതിന്റെ അർത്ഥമോ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഞങ്ങൾ ഉരുവിടുന്നത് എന്ന് ബോധ്യമല്ലാത്തത് കൊണ്ട് അവരുടെ മുഖഭാവത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മദീനയിൽ എത്തിയപ്പോൾ മുതൽ അവിടെ പല സ്ഥലങ്ങളിലും സന്ദർശിക്കുവാൻ, ബദറിലും അതുപോലെയുള്ള മറ്റു പല സ്ഥലങ്ങളിലും സന്ദർശിക്കുമ്പോൾ അവിടെ എത്തുന്ന നമ്മുടെ സഹോദരിമാർ സഹോദരന്മാർ അവരൊരു വല്ലാത്ത ഭക്തിയുടെ നിറവിലാണ്. എന്തൊരു അത്ഭുതമാണത്, ആലോചിച്ച് നോക്കൂ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുമ്പോൾ ലഭിക്കാത്ത ഭയഭക്തിയാണ് പലപ്പോഴും മസാറുകളിൽ അഥവാ ദർഗകളിൽ പ്രവേശിക്കുമ്പോൾ ഈ വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണത്? അള്ളാഹുവിലുള്ള വിശ്വാസം സത്യത്തിൽ അവരെ ഹൃദയത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ്. ഈമാൻ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നാട്ടാചാരങ്ങളിലൂടെ കണ്ടുപഠിച്ച തെട്ടങ്ങളും പാട്ടുകളും അപേക്ഷകളും അഭ്യർത്ഥനകളും അതേതു ദർഗയിൽ ചെന്നാലും അവിടെ നിന്ന് പറയുന്നത് പച്ച മലയാളത്തിലാണ്. ഞങ്ങൾക്ക് കുട്ടികളെ തരണേ, ഞങ്ങൾക്ക് സമ്പത്ത് തരണേ, ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് കാവലാകണമേ എന്നുള്ള പ്രാർത്ഥനകൾ ഖബറിൽ കിടക്കുന്ന ആ മഹാന്മാരെന്ന് പറയുന്നവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന കൂടെയുള്ള സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അത് അവരുടെ ശരീരത്തെ ശരിക്കും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ ഈ പ്രാർത്ഥന, ഞങ്ങളുടെ ഈ തേട്ടം ഇവരിൽ നിന്നൊരു ഖബൂലിയത്ത് ലഭിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമ്പോഴോ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സഹോദരൻ ഒരു സഹോദരി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ കാര്യങ്ങൾ, ഈ ആയത്തുകൾ പറയുമ്പോൾ എന്താണ് റബ്ബിന്റെ മുമ്പിൽ ഈ പറഞ്ഞത് എന്നതിനെ കുറിച്ച് ഒരല്പം പോലും അവരുടെ ഹൃദയത്തിന് സ്വാധീനം ലഭിച്ചിട്ടില്ല. കാരണം ഈ ആയത്തുകളുടെ ഒന്നും അർത്ഥം അവർ അറിയുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒന്ന്. നേരെമറിച്ച് മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് തേട്ടങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകൾ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസം വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അമൃതത്തങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകൾ, അവിടെ ശരീരത്തിൽ തന്നെ അതിന്റെ എഫക്റ്റ് അവർക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളയുടെ ആ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് പോലും എത്തിയപ്പോൾ നേരിട്ട് റസൂലുള്ളയോട് പറയാ, ഞങ്ങൾ ഏറ്റെടുക്കണം നബിയേ. അത് കേൾക്കുമ്പോൾ അവർ ആമീൻ എന്ന് പറയുന്നതിന്റെ ആ ഒരു പശ്ചാത്തലം, ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞതിന്റെയും രണ്ടിന്റെയും വ്യത്യാസം. പല ആളുകളും ഇന്നും മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും റൗള ഷരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളയുടെ ഖബറിനെയാണ്. അങ്ങനെ വിശ്വസിച്ച് വെച്ചിട്ടുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. റൗള ഷരീഫ് ഒന്ന് കാണാൻ വിധി കൂട്ടണേ എന്നുള്ള പാട്ടുകളും തേട്ടങ്ങളും ഉണ്ട്. എന്താണ് റൗള ഷരീഫ് എന്ന് പോലും അവർക്ക് അറിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ബൈന ബൈതി വ മിംബരി, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലമാണ് റൗളത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പുകളിൽ നിന്ന് ഒരു ഭാഗമാണതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം, അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ റൗളയിൽ വെച്ചുള്ള നിങ്ങളുടെ നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും പ്രത്യേക പരിഗണനയുണ്ട്. അതുകൊണ്ട് അവിടെ പോകുന്ന ആളുകൾ ആ സ്ഥലത്തേക്ക് ഒന്ന് പ്രവേശിക്കാൻ തിക്കും തിരക്കും കൂട്ടുന്നത്. കാരണം അത് റസൂലുള്ളാഹി പറഞ്ഞതാ, എന്റെ ഖബർ റൗളയാണെന്ന്. അങ്ങനെയല്ല റസൂലുള്ളാഹി പറഞ്ഞത്, മാ ബൈന ബൈതി വ മിംബരി, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ സ്ഥലം. അതാരാ? അല്ലാഹു അറിയിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതാ. റസൂലുള്ളാഹിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്ഥലത്തിന് ഒരു പേരിട്ടതല്ല. അങ്ങനെ റസൂലുള്ളാഹി ചെയ്യുകയില്ല, അങ്ങനെ റസൂലുള്ളാഹി പറയൂല. റസൂൽ എന്തൊരു കാര്യം ദീനിൽ തന്റെ സഹോദരങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ടോ, നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടോ, അത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. റൗള ഷരീഫ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഒരുപാട് ആളുകൾ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ വീട് ആയിഷ റളിയല്ലാഹു അൻഹയുമായി താമസിച്ചിരുന്ന വീടും റസൂലുള്ളാഹിയുടെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലം, അവിടെയാണ് റൗള എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹിയുടെ ഖബർ സന്ദർശിക്കുമ്പോൾ എന്താണ് വേണ്ടത്? മുഹമ്മദ് റസൂലുള്ളാഹിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും അവരുടെ മൂന്ന് പേരുടെയും ഖബറുകളാണ് ആ ഒരു ഉറഫയിലുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് സലാം പറയണം, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂലുള്ളാഹിനോട് സലാം പറയുമ്പോ വല്ലാത്ത ഒരു മനസ്സിന് വല്ലാത്ത ഒരു വികാരമാണത്. സ്വാഭാവികമാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് എത്തുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് സലാം പറയുക. അതാണ് അവിടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്ത്. അതല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പറയുക, നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുക, അതിൽ നിന്ന് പരിഹാരം കിട്ടുമെന്ന് വിശ്വസിക്കുക, അത് ശിർക്കാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിൽ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലുണ്ട് മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ പൊരുളും ആ പ്രാർത്ഥനയിലുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹ്, സർവ്വതും നിയന്ത്രിക്കുന്നവനായ അല്ലാഹ്,
അസ്തഗീസ് ബിറഹ്മതിക, അല്ലാഹുവേ ബിറഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ കൊണ്ട്, അല്ലാഹ് നിന്റെ റഹ്മത്തിനെ കൊണ്ട് നിന്നോട് ഞാൻ ഇതാ സഹായം തേടുന്നു, നിന്നോട് ഞാൻ ഇതാ ഇസ്തിഗാസ തേടുന്നു. റസൂലുള്ള ഇസ്തിഗാസ തേടിയതും അല്ലാഹുവോടാ. നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്, ദുആ അല്ലാഹുവോടേ പറ്റുള്ളൂ, ഇസ്തിഗാസ അല്ലാത്തവരോടും പറ്റൂന്ന. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ വേറൊന്നാണോ? അല്ല. ഏറ്റവും പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ തേടുന്ന തേട്ടമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അത് ദുആന്റെ ഒരു ദർജ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നബിയേ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം എന്ന ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അല്ലാത്തവരോട് എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ഇസ്ലാമിലില്ല. ഇസ്തിഗാസയായിരുന്നാലും ദുആയായിരുന്നാലും അല്ലാഹുവിനോടേ പറ്റുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് റസൂൽ ഈ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെ തുടങ്ങണം? യാ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹ്, യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അല്ലാഹ്, ബിറഹ്മതിക, നിന്റെ റഹ്മത്തിനെ കൊണ്ട്, അസ്തഗീസ്, നിന്നോട് ഞാൻ സഹായം തേടുന്നു, നിന്നോട് ഞാൻ സഹായം തേടുന്നു. എന്താ പറയുന്നത്? അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, അല്ലാഹുവേ എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിപ്പെടുത്തി തരണേ അല്ലാഹ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും നീ ശരിയാക്കി തരണം. ഇഹലോകത്തും പരലോകത്തും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹ് നീയാണ് ശരിപ്പെടുത്തി തരേണ്ടത്. എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി പറയാ, വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അല്ലാഹുവേ എന്റെ നഫ്സിന്റെ കാര്യം, എന്റെ ശരീരത്തിന്റെ കാര്യം എന്നെ നീ ചുമതലപ്പെടുത്തല്ലേ അല്ലാഹ്. എത്ര സമയം പോലും എന്റെ കണ്ണൊന്ന് അടച്ചു തുറക്കുന്ന തറഫത ഐൻ, എന്റെ കണ്ണൊന്ന് ചിമ്മി തുറക്കുന്ന ഒരു സെക്കൻഡ് പോലും അല്ലാഹ് എന്റെ ശരീരത്തിന്റെ ചുമതല എന്നെ നീ ഏൽപ്പിക്കല്ലേ അല്ലാഹ്. റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയത്. റസൂലുള്ളാന്റെ സ്വന്തം കാര്യം പോലും റസൂലുള്ളയെ ഏൽപ്പിക്കല്ലേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന, വിശ്വാസികളായ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. റസൂലുള്ളാഹ് പോലും തന്റെ സ്വന്തം ശരീരത്തിന് ആ ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്ന പ്രാർത്ഥന. എന്നിട്ട് നമ്മൾ പറയാ, ഞങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം നബിയേ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഈ പ്രാർത്ഥന എവിടുന്നാ വന്നിട്ടുണ്ടാവുക? ഈ തേട്ടം എവിടുന്നാ വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും മുഹമ്മദ് റസൂലുള്ളയോട് ശത്രുതയിലുണ്ടായിരുന്ന ജൂതന്മാരിൽ നിന്നാണ് ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു തേട്ട സമ്പ്രദായം ഉടലെടുത്തിട്ടുണ്ടാവുക എന്നത് ന്യായമായ ഹക്കാണ്. ഇസ്ലാമിൽ നിന്ന് റസൂലുള്ളയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു തേട്ടം ഒരിക്കലും സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കൂല. കാരണം എന്താ? റസൂലുള്ള അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്, അങ്ങനെയാണ് റസൂലുള്ള പഠിപ്പിച്ചു തന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വളരെ വളരെ ഗൗരവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് ട്ടോ. എന്താ പറഞ്ഞു തന്നത്? മൻ മാത, ആരെങ്കിലും ഒരാൾ മരിച്ചാൽ, മൻ മാത, ഒരാൾ മരണപ്പെട്ടാൽ, വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ, ആ മരിച്ച മനുഷ്യന്റെ സ്വഭാവം എന്തായിരുന്നു? അവൻ അല്ലാഹു അല്ലാത്തവരോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സഹോദരങ്ങളെ, ഗൗരവത്തിൽ കേൾക്കണം കേട്ടോ. സഹോദരിമാരെ, ഗൗരവത്തിൽ മനസ്സിലാക്കണം ഈ വിഷയം. ഇത് ഗൗരവം കുറഞ്ഞു പോയാൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യമാണ്, അല്ല നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന കാര്യമാണ്. മുഹമ്മദ് റസൂലുള്ള പറയാ, ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ടവന്റെ സ്വഭാവം അവൻ അല്ലാഹുവിന് പുറമെ മറ്റു പലരോടും പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. ഗൗരവമുള്ള കാര്യമല്ലേ? അല്ലാഹു അല്ലാത്തവരോടെന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളയുടെ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയായില്ലേ?
ബദരീങ്ങളോടുള്ള പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയായില്ലേ? മമ്പർത്ത തങ്ങളോടുള്ള പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയായില്ലേ? അങ്ങനെ എത്ര എത്ര ആളുകളോട്, പൊന്നാനിയില് പൊനമ്പത്ത് CM-നോട്, അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് വേങ്ങര കോയപ്പാപ്പയോട്, അല്ലേ? എത്ര ആളുകളാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, 5 വക്ത് നമസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, ഹജ്ജും ഉംറയും നിർവഹിച്ചവർ, സക്കാത്ത് കൊടുക്കുന്നവർ. അതെ, ഇസ്ലാമിന്റെ എല്ലാ സ്വഭാവങ്ങളും അവരെടുത്തുണ്ട്. പക്ഷേ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയുകയുള്ളൂ എന്ന ഏറ്റവും മർമ്മപ്രധാനമായ തൗഹീദ് അവർക്കില്ലെങ്കിൽ, അള്ളാഹുവിനെ ഏകനായി അംഗീകരിക്കുക എന്ന സ്വഭാവമില്ലെങ്കിൽ, ബാക്കിയുള്ളതും മുഴുവനും ബാത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഒമൻ മാത, ആരെങ്കിലും ഒരാൾ മരിച്ചു, അവനാണെങ്കിലോ വഹുവ യദ്ഊന മിൻ ദൂനില്ലാഹ്, അവൻ അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്ന ആ സ്വഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിലാണ്. ഇത് കേൾക്കുമ്പോ വല്ലാത്ത ഭയപ്പാട് തോന്നുന്നില്ലേ? ഇത് പറയുമ്പോഴും ഭയപ്പാട് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സ്വഭാവമുള്ളവരാ നമ്മുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ. വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, രക്തബന്ധുക്കൾ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലഹു വർഹംഹു എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. അല്ലാഹു പുറത്തു കൊടുക്കുമോ? മുഹമ്മദ് റസൂലുള്ളാഹി നരകത്തിലാണെന്ന് പറഞ്ഞ ഒരാളെ അല്ലാഹു സ്വർഗത്തിലാക്കുമോ? ഒരിക്കലും സംഭവിക്കൂല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ആ ഒരു വിഷയത്തെ ഗൗരവമില്ലാതെ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിഷ്ഫലമാക്കി കളയും. എത്ര പണം ചെലവഴിച്ചിട്ടാണ് ഹജ്ജിനും ഉംറക്കും നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പോകുന്നത്? എത്രയാണ് അതിന് പണം നമ്മൾ ചെലവഴിക്കുന്നത്? എത്ര ദിവസത്തെ അധ്വാനമാണ് അതിനു വേണ്ടി മാറ്റിവെക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചാണ് നമ്മൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്? കൂട്ടരെ, അത് മുഴുവനും നിഷ്ഫലമാക്കിക്കൊണ്ട് നരകം സമ്പാദിച്ചുകൊണ്ട് തിരിച്ചു വരാൻ എന്തേ ഉമ്മത്തിന് ഇത്രമാത്രം അബദ്ധങ്ങളിലേക്ക് പോകേണ്ടി വന്നത്? അതെ, അള്ളാഹുവിന്റെ ദീനിനെ അഥവാ പരിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്ത് മനസ്സിലാക്കാൻ ഇനിയും മടി കാണിച്ചു പിന്നോട്ട് നിൽക്കുകയാണ്. ഇസ്ലാമിനെ മുസ്ലിയാക്കന്മാരിലൂടെ മനസ്സിലാക്കിയാൽ മതി എന്നാണെങ്കിൽ അവർ ഈ തരത്തിൽ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന അപകടകരമായ ഒരു സംഗതിയെ നമ്മൾ മറന്നുകൂടാ. ഗൗരവത്തിൽ ഇത് പറയുന്നത്, ഈ ഉമ്മത്ത് നശിച്ചു പോകരുത്, അവരുടെ സമ്പത്ത് നാശത്തിലേക്ക് ചെലവഴിക്കരുത്. കാരണം മുസ്ലിം ഉമ്മത്തിനൊരു നാശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്സത്തിനെ അത് ബാധിക്കും. മൊത്തം മുസ്ലിങ്ങളുടെ ഇസ്സത്തിനെ അത് ബാധിക്കും. നമ്മൾക്ക് ശക്തിയില്ലാത്തവരായി നമ്മൾ മാറും, നമ്മൾ പ്രബലമില്ലാത്തവരായി മാറും. എണ്ണം കൊണ്ട് ധാരാളമുണ്ടെങ്കിലും മുസ്ലിം ഉമ്മത്തിനു നേരെ അതിശക്തമായിട്ടുള്ള കുതന്ത്രങ്ങൾ കൊണ്ട് കുതിര കയറുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ആലോചിക്കണം കൂട്ടരെ. നമ്മൾ ഇത്രമാത്രം ശക്തമായ എണ്ണം കൊണ്ട് ഇത്രയധികം ഉണ്ടായിട്ടും എന്താ നമുക്കൊരു പരിഗണന ലഭിക്കാത്തത്? നമ്മളെക്കാൾ എണ്ണം കുറഞ്ഞ ഇവിടുത്തെ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ധാരാളം പരിഗണനകൾ പല ഭാഗത്തു നിന്നും വാരിക്കോരി കൊടുക്കുമ്പോ മുസ്ലിം ഉമ്മത്തിനെ അവഗണിക്കുന്നു. എന്തുകൊണ്ടാ? സ്വാഭാവികമാണ്, ഈമാൻ നഷ്ടപ്പെട്ട ഒരു സമുദായത്തിന് ഇസ്സത്ത് ലഭിക്കുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിച്ചു പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിക്കൊണ്ട് ഒരുത്തനുമില്ല എന്നത്. ആരാധനയുടെ അതിന്റെ മജ്ജ എന്ന് പറയുന്നത് ദുആയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ദുആ കൊണ്ടാണ് മുഴുവൻ ആരാധനയും. ദുആ ഇല്ലാത്ത ആരാധനകളില്ല. ആ ദുആ മുഴുവനും ആരോടാ? എല്ലാം അല്ലാഹുവിനോട്. അതെ, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രവാചകന്മാർ മുഴുവനും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട് മാത്രം. ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت السميع العليم ربنا لا تؤاخذنا إن نسينا ربنا ولا تحمل علينا. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാ
പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തണമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ പ്രാർത്ഥനകളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്തും നമുക്ക് നഷ്ടമായി പോവരുത് എന്ന നല്ല ബോധ്യത്തോടുകൂടി, നമ്മുടെ സമ്പത്ത് നഷ്ടമാവരുത്, നമ്മുടെ സമയം നഷ്ടമാവരുത്, നമ്മുടെ വിശ്വാസം നഷ്ടമാവരുത്, അതിനൊക്കെയും മുതൽക്കൂട്ടാകുന്നതാവണം ഉംറയുടെ യാത്രകൾ, ഹജ്ജിന്റെ യാത്രകൾ. നമുക്ക് ആരാധനയുടെ ഭാഗമാണ്. അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി ഒരുക്കം കൂട്ടിയ ധനം, അതിനുവേണ്ടി സമ്പാദിച്ചത്, അതിനുവേണ്ടി നമ്മൾ കണക്കാക്കിയത്, എവിടെ നിന്നൊക്കെ ആ യാത്രക്ക് മുമ്പ് നമ്മൾ ഒരുങ്ങുന്നുണ്ടോ അതൊക്കെയും ആ ഉംറയുടെ, ആ ഹജ്ജിന്റെ പ്രതിഫലത്തിൽ അല്ലാഹു ചേർക്കും. ആ പ്രതിഫലത്തിൽ നമുക്ക് വർധന ലഭിക്കും. എന്തൊക്കെ നമ്മൾ അതിന് പരിശ്രമം നടത്തിയിട്ടുണ്ടോ ആ പരിശ്രമം ഒന്നും അല്ലാഹു കാണാതെ പോവില്ല. എല്ലാത്തിനും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അതിനൊക്കെയും പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലം പരിപൂർണമായി നഷ്ടപ്പെടുന്ന തരത്തില് നമ്മുടെ പ്രാർത്ഥനകൾ ആ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുക. വേറൊരു സമ്പ്രദായം കൂടി ഉണ്ട്. ഉംറക്ക് കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകൾ, ഈ കൊണ്ടുപോകുന്ന ആളുകളെ 40ഓ 50ഓ ആളുകളെ ആയിക്കഴിഞ്ഞാൽ ഉംറയുടെ യാത്രക്ക് മുമ്പ് ഇവരെ എല്ലാവരെയും കൂടി കൂട്ടി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ദർഗകളിലൊക്കെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചില കൂട്ടരുണ്ട്. ഓരോ ദർഗയിലും കൊണ്ടുവന്നിട്ട് അവിടുന്ന് പറയാ, ഞങ്ങൾ ഉംറക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ യാത്രയിൽ നിങ്ങളുടെ കാവലുണ്ടാവണം കേട്ടോ. എന്തായി പറയണത്? എന്തിനാ അവര് പോണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. ഈ ഒരു തൽബിയത്തിന് ഒരു ചരിത്രമുണ്ട്, ഒരു പശ്ചാത്തലം വേറെയുണ്ട്. ഈ ഒരു തൽബിയത്ത് റസൂലുള്ളാഹിയുടെ ശത്രുക്കൾ, റസൂലുള്ളാഹിയെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തിയവർ, പീഡിപ്പിച്ചവർ, അവരുടെ ജീവിതത്തിൽ അവർ ചൊല്ലിയ തൽബിയത്ത്, ഈ തൽബിയത്തുമായിട്ടൊരു ബന്ധമുണ്ട്. അതെ, റസൂലുള്ളാഹിയെ മോശക്കാരൻ എന്ന് പറഞ്ഞു, നശിച്ചവൻ എന്ന് പറഞ്ഞ അബൂലഹബ് ചൊല്ലിയ തൽബിയത്തും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തിട്ടാണ് നിന്റെ ഈ മസ്ജിദുൽ ഹറമിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ആരാ പറയുന്നത്? മുശ്രിക്കുകളായ ആളുകൾ. അവര് ചെയ്ത ഉംറയുടെയും അവര് ചെയ്ത ഹജ്ജിന്റെയും തൽബിയത്ത് അങ്ങനെയായിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ ഈ ഹറമിൽ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക. നിനക്ക് പങ്കാളികളൊന്നും ഇല്ലട്ടോ അല്ലാഹ്. ആരാ പറയുന്നത്? മുശ്രിക്കുകൾ. എന്നിട്ട് പറയാ ഇല്ലാ ശരീകൻ. ചില പങ്കാളികൾ ഉണ്ട്, പറ്റില്ല എന്നല്ല. തംലികുഹു വമാ മലക്. അല്ലാഹുവേ, ഞങ്ങളാ ഉദ്ദേശിക്കുന്ന ആളുകള് അവര് നിന്നേക്കാൾ പവർ ഉള്ളവരല്ല. അവരൊക്കെയും നിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളവരാ. അവര് നിന്റെ കാര്യങ്ങൾ, നിന്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ളവരാ. ഈ തൽബിയത്ത് ഇവരിങ്ങനെ ചൊല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളുകൾ തൽബിയത്ത് വരുന്ന സ്ഥലങ്ങളിൽ കാത്തു നിൽക്കും. എന്നിട്ട് അവർ ഈ തൽബിയത്ത് ചൊല്ലുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറയും, അത്ര മതിട്ടോ, നിങ്ങളെ പറഞ്ഞത് ഹക്കാണ്, അവിടെ നിർത്തി. ഇല്ലാ ശരീകൻ എന്ന് പറയല്ല. ശരീക്കന്മാർ ചിലതുണ്ട് എന്ന് പറയല്ല. അങ്ങനെ അള്ളാഹു ഉടമപ്പെടുത്തിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ, നിങ്ങളെ സഹായിക്കാൻ ഒരുത്തരുമില്ല. അതാണ് ഹക്ക്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാ അള്ളാഹുവിന്റെ റസൂലായി പറഞ്ഞയച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാ ശരീക്കൻ എന്ന് പറയല്ല. ചില ശരീക്കന്മാരുണ്ട് എന്ന് പറയല്ല. ഇല്ല, നിങ്ങൾ ഇല്ലാ ശരീക ലക് എന്ന് പറഞ്ഞു കൊടുത്ത് നിർത്തി. അവിടെ നിർത്തി. ഇനി അങ്ങോട്ട് പറയല്ലേ എന്ന് റസൂലുള്ളാഹി പറയുമ്പോ ആ റസൂലുള്ളാഹിയെ കല്ലെറിഞ്ഞോടിക്കും അവർ. ആ റസൂലുള്ളാഹിയെ ആട്ടിയോടിക്കും അവർ. എന്നാൽ ആ റസൂലുള്ളാഹിയാണ് നമ്മളെ റസൂലുള്ളാഹി എന്ന് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ നമ്മള് അവിടെ ചെന്നിട്ട്, അവിടെ ബദറിൽ ചെന്നിട്ട് ബദരീങ്ങളോട് പറയാ, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഒരുപാട് ദുരിതങ്ങളുണ്ട് ബദരീങ്ങളെ, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ബദരീങ്ങളെ, ഒരുപാട് വേദനകളുണ്ട് ബദരീങ്ങളെ. അതിൽ നിന്നൊക്കെയും നിങ്ങളിൽ നിന്ന് പരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാ വന്നത്.
എന്താ അന്ന് റസൂലുള്ളയെ കല്ലെറിഞ്ഞ് ഓടിച്ചവരുടെ വിശ്വാസം എന്തായിരുന്നോ ആ വിശ്വാസത്തെ ആ ബദരീങ്ങളുടെ മണ്ണിൽ ചെന്നിട്ട് അവരെ മുമ്പിൽ പറയാ. എന്തിനാ ബദരീങ്ങളായത്? എങ്ങനെ അവർ ബദരീങ്ങളായത്? റസൂലുള്ളയെ കല്ലെറിഞ്ഞ് ഓടിച്ചവരുടെ ആദർശം അത് ശിർക്കായിരുന്നു. അള്ളാഹുവിന് പുറമെ മറ്റു പല മഹാന്മാരോടും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവതരിപ്പിക്കാം പറയാമെന്ന വിശ്വാസങ്ങൾ. ബദരീങ്ങളോ അള്ളാഹിന് പുറമെ ഒരു മഖ്ലൂക്കിനോടും ഞങ്ങൾ പറയൂല എന്ന് പ്രഖ്യാപിച്ചവർ. അവരാ ബദരീങ്ങള്. അവരടുത്ത് എന്നിട്ട് നമ്മൾ പറയണത് നിങ്ങളൊക്കെയാണ് നമ്മളെ ആശാ കേന്ദ്രം, നിങ്ങളൊക്കെയാണ് നമ്മളെ പ്രശ്നത്തിന് പരിഹാരമെന്ന്. ആ ബദരീങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ആ ബദരീങ്ങളും നമ്മൾ ബന്ധം എന്തായിരിക്കും? ബദരീങ്ങളെപ്പോലും തിരിച്ചറിയാത്ത കൗമ് മുസ്ലിങ്ങളായി എന്നത് എത്രമാത്രം അബദ്ധജടിലമാണ്. സഹോദരങ്ങളെ, കുറ്റപ്പെടുത്തുവാനോ പരിഹസിക്കുവാനോ ഒരിക്കലും ഉദ്ദേശമില്ല. പരിശുദ്ധമായ മിമ്പറാണ്. മുഹമ്മദ് റസൂലുള്ള നടത്തിയ ദൗത്യമാണ്. മിമ്പറിലൂടെയായിരുന്നു റസൂലുള്ള ദീനിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഈ മിമ്പറിന് അത്രമാത്രം പവിത്രതയുണ്ട്. ആ മിമ്പറിൽ നിന്ന് ദീനാണ് പഠിക്കേണ്ടത്. അവിടെ നിന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശമുണ്ടായാൽ അല്ലാഹുവാണ് അറിയുന്നവൻ, ഹൃദയത്തെ കുറിച്ച് അറിയുന്നവൻ അല്ലാഹയാണ്. സത്യമായിട്ടും നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയാ, ഒരല്പം പോലും പരിഹാസ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ അവരോട് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ ഇല്ല. അവർ ചെയ്യുന്നതിലുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥയെ ഒരല്പം ഗൗരവത്തോടുകൂടി പറഞ്ഞു കൊടുത്താൽ ഇത് കേൾക്കുന്ന ആളുകൾ മറ്റുള്ളവരെടുത്ത് ചെന്നിട്ട് ഈ ഗൗരവം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതിൽ നിന്ന് നല്ല റിസൾട്ടുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ സത്യം മനസ്സിലാകുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആറാഫിലെ അതിന്റെ 196 ആയത്താണ് ഞാൻ അമുഖമായി ഓതി കേൾപ്പിച്ചത്. ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ് സ്വാലിഹീൻ. വിശ്വാസികളുടെ ഈ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു തന്ന അല്ലാഹുവാണ് എന്റെ രക്ഷകൻ. അല്ലാഹുവാണ് എന്റെ രക്ഷകൻ, എന്റെ വലിയ അള്ളയാണ്. ആ അല്ലാഹു അവൻ സജ്ജനങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. സജ്ജനങ്ങളെ സംരക്ഷിക്കും. ലോകത്ത് എന്തെങ്കിലും ഒരു വിപത്തുണ്ടായി, ഒരു ഭൂമികുലുക്കുണ്ടായി, ഒരു സുനാമി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഒന്നാകെ പോയി, ആ ഭാഗത്ത് തൗഹീദുള്ള ആളുകളും അതോടൊപ്പം മരിച്ചാൽ അവരെ അല്ലാഹു സ്വർഗത്തിലാണ് പ്രവേശിക്കുക. അവർക്ക് ശുഹദാക്കളുടെ കൂലിയാ കൊടുക്കുക. അല്ലേ? റസൂലുള്ളാഹി അങ്ങനെയല്ലേ നമുക്ക് പറഞ്ഞു തന്നത്? ഒരു അപകടത്തിൽ വെള്ളത്തിൽ മരിച്ചുപോയി, ആ മരിച്ച മനുഷ്യൻ തൗഹീദുള്ളവനാണെങ്കിൽ അവൻ അല്ലാഹു ശുഹദാക്കളുടെ പട്ടികയിൽ ചേർക്കും. അല്ലാഹു മറക്കൂല, അല്ലാഹു വിട്ടുകളയൂല. എന്നാലോ കിടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മാലകളും പാട്ടുകളൊക്കെ പാടിയിട്ടാ കിടക്കുന്നതെങ്കിൽ ആ പാട്ടിലും മാലകളിലും മുഴുവനും അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽ ഒരു ദുരന്തത്തിൽ മരിച്ചു പോകുന്നതെങ്കിൽ അവൻ നരകത്തിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതായിട്ട് പറയാ. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധിക്കണമേ എന്നാണ് വളരെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. എത്തിക്കണമേ എന്നാണ് വളരെ വിനീതമായിട്ടുള്ള നിർദ്ദേശം. നമ്മുടെ കുടുംബങ്ങളിൽ ഇത് കേട്ടിട്ടില്ലാത്തവരിലേക്ക്, അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഇതാ മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ട്ടോ, പരിശുദ്ധ ഖുർആനില് ഇങ്ങനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ എന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്സത്തുള്ള അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയെ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, തന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്നേഹാദരവ് മുഹമ്മദ് റസൂലുള്ളാഹിയോടാണ് എന്ന് ഉറപ്പിക്കുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കടന്നു വരിക എന്നത്. റസൂലുള്ളാഹി പറയാണ്, വിശ്വാസികളിൽ അവരറിയാതെയാണ് ശിർക്ക് അവരിലേക്ക് ഇരച്ചു കയറുക. ഉറുമ്പ് ശരീരത്തിലൂടെ കയറി വരുന്നത് പോലെ. ആദ്യം അറിയില്ല, കാരണം ചെറിയൊരു സാധനം അങ്ങനെ കയറി വരുന്നത് പോലെ. അതുപോലെ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. അത് വല്ലാത്ത അപകടകരമായിട്ടുള്ള ഒന്ന്. അള്ളാഹ് തീരെ പൊറുക്കൂല എന്ന് പറഞ്ഞൊരു സംഗതിയാ അത്. ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷെ അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കാം. അത് അള്ളാഹ് തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹ് ശിർക്ക് ഒരിക്കലും പുറത്തു തരൂല കേട്ടോ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത മറ്റു പാപങ്ങൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പക്ഷെ അള്ളാഹ് വിട്ടുകൊടുക്കും, പൊരുത്തപ്പെട്ടു കൊടുക്കും. അള്ളാഹ് പറയാ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൽ നിന്ന് ബഹുദൂരം വഴികേടിലാണ്. അള്ളാന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂല, മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് എത്താൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആയുസ്സള്ള തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, സമയം തന്നു, അനുഗ്രഹങ്ങൾ ധാരാളം തന്നു, മക്കളെ തന്നു, അല്ലേ? ഇതൊക്കെ തന്നിട്ട് ഇതൊക്കെ തന്നവൻ അള്ളയാണെന്ന് അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ അത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നൊരാളെ കണ്ടതോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നത്. എന്നോടൊരു സഹോദരൻ പറഞ്ഞത് ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ ഒരു മുറിവായിട്ട് കിടക്കുന്നുണ്ട്, വലിയൊരു മുറിവായിട്ട്. ഒരു പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു വ്യക്തി, പള്ളിയുടെ മഹല്ല് കമ്മിറ്റിയിൽ വളരെ ഉത്തരവാദിത്ത ബോധ്യമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരാളോട് പറയാ, ഇന്ന ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, അത് മുഴുവനും അവസാനിച്ച് കിട്ടിയത് ഇന്ന സ്ഥലത്ത് പണിക്കരെടുത്ത് ചെന്ന് പറഞ്ഞതിന് ശേഷമാണ്. മൂപ്പര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോട് കൂടിയിട്ട് ക്ലിയറായി. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ ആ പറഞ്ഞ വർത്തമാനത്തിന്റെ ഗൗരവം അയാൾക്ക് അറിയോ? ആ ഒരു വർത്തമാനം പറഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹം സത്യത്തിൽ മുശ്രിക്കാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു മഖ്ലൂക്കിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ തീരാൻ അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. എന്നും ദുരന്ത, എന്നും പ്രശ്നങ്ങളാ, എന്നും പ്രയാസങ്ങളാ. അതൊക്കെ അങ്ങോട്ട് മാറിയെന്ന് വേറൊരാൾക്ക് ഉപദേശിച്ചു കൊടുത്താ കേട്ടോ. ഈ അവിടെ നിന്ന് പോയി നോക്ക്, ഇന്ന ആൾക്ക് ഫലം ഉണ്ടായിട്ടാ എന്നെ പറഞ്ഞേക്കുന്നത്, അയാളുടെ അടുത്തൊന്ന് പോയി പറഞ്ഞു നോക്ക്. ആലോചിച്ച് നോക്കുക നിങ്ങൾ, എത്ര വലിയ അപകടമാണ്. ഇതൊക്കെ നൽകിയ റബ്ബ്, ആ റബ്ബിനെ വളരെ കൃത്യമായിട്ട് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ ധാരാളമായിട്ട് റസൂൽ പഠിപ്പിച്ചു തന്നു. ഇതൊന്നും മുസ്ലിം ഉമ്മത്തിന് അറിയില്ല. അവർക്കറിയുന്ന കുറെ വിളിയാളന്മാരുണ്ട്. അത് വലിയ അപകടമാണ്. അള്ളാഹ് പൊറുക്കൂല എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ വലിയ ഒരു ദുരന്തം അതാണ്, വലിയൊരു ദുരന്തം അതാണ്. കേരളത്തിനപ്പുറമുള്ള ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അവർക്ക് പള്ളിയുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. അവരുടെ ബന്ധം മസാറുകളുമായിട്ടാണ്. ജാറങ്ങളും ദർഗകളുമാണ് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ. അതാണ് അവിടെ കാണുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമോ അതിന്റെ ദൗത്യമോ അറിയാത്തവരായി അവർ മാറി. നമസ്കാരങ്ങളിലേക്ക് ശ്രദ്ധയില്ലാത്തവരായി മാറി. ദീനിന്റെ ചിഹ്നങ്ങളെ അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ബീഹാറിലും അസാമിലുമൊക്കെ മുസ്ലിം സഹോദരന്മാരുടെ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിൽ അവരുടെ അവകാശങ്ങളിൽപ്പെട്ട ഏറ്റവും അഫ്ളലായ ഒരു അവകാശമാണ് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ വോട്ടിനെയാണ് അവരിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങള്, ഇസ്സത്ത് നഷ്ടപ്പെടും. ആരും ചോദിക്കാണ്ടാവൂല എന്ന് അവർക്ക് അറിയാം. ഇവരൊന്നും ഉയർത്തെഴുന്നേറ്റ് വരൂല എന്നാണ്. കാരണം എന്താ? ഇസ്സത്തുള്ള ഒരു പൗരനെ തന്റെ വോട്ടവകാശത്തെ നിഷേധിച്ചവനെതിരെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ പൗരനായി ജീവിക്കുന്ന എന്റെ വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് ചോദിക്കണമെങ്കിൽ അവൻ മുസൽമാനാണെങ്കിൽ ആദ്യമായിട്ട് അവന് വേണ്ടത് തൗഹീദാണ്. അതുണ്ടെങ്കിലേ ആർജവം ഉണ്ടാവുള്ളൂ.
തല ഉയർത്തി പിടിച്ചുകൊണ്ടേ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഒരു തന്നേടുണ്ടല്ലോ, അത് അഹങ്കാരത്തിൻ്റെതല്ല, അവകാശത്തിൻ്റെത് കൂടിയാണ്. അവകാശത്തിൻ്റെതാ. ഞാനൊരു മുസ്ലിമാണെന്ന് പറയൽ, പ്രഖ്യാപിക്കൽ അവന്റെ അവകാശമാണ്, അവന്റെ മനുഷ്യാവകാശമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയൽ ആ ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. അത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകതയാ. ഏതാണോ അവൻ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന മതത്തിൽ ഞാൻ അതിലാണെന്ന് പറയൽ അവന്റെ അവകാശ. ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് പറയുന്നവൻ അവന്റെ അവകാശമാണത്. പക്ഷേ അവർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല. നിരീശ്വരവാദികൾ എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയുന്നത്, അത് പറയാൻ പാടില്ല. അത് ജനങ്ങൾക്ക് തൗഹീദ്, അത് പ്രബോധനം ചെയ്യാൻ പാടില്ല. മിനാരങ്ങളിൽ നിന്ന് മാങ്കൂലി അത് കേൾക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എല്ലാത്തിന്റെയും പാടില്ലായ്മ വരുന്നത് മുസ്ലിങ്ങളുടെ മേലിലേക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടേക്ക് അത്രമാത്രം ആ അബദ്ധങ്ങൾ കയറി കൂടിയിട്ടില്ല. ആയതുകൊണ്ട് നമ്മുടെ രാജ്യത്തും ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ, അപകടങ്ങൾ വരാതിരിക്കാൻ മുസ്ലിങ്ങൾ ഇസ്സത്തുള്ളവരായിട്ട് ജീവിക്കണം. അത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ആവശ്യമാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങള് വിദ്യാർത്ഥി സംഘടനയായ MSM, അവരീ പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിക്കാൻ നല്ല താല്പര്യമൊക്കെ ഉള്ള കുട്ടികള്, അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് പഠനാവശ്യത്തിനുള്ള സാധനങ്ങൾ ഒന്നും മേടിക്കാനുള്ള കാശില്ലാത്ത കുടുംബങ്ങളുണ്ടാവും, പാവങ്ങളുണ്ടാവും. അപ്പൊ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പ്രത്യേകമായിട്ടൊരു തീരുമാനവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എഡ്യൂക്കെയർ എന്നാണ് അവരതിന് പേര് കൊടുത്തുള്ളത്. വിദ്യാഭ്യാസത്തിന് ഒരു സംവിധാനത്തെ അതിനെ ശ്രദ്ധിക്കുന്ന, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു തീരുമാനം. എഡ്യൂക്കിറ്റ് എന്ന് പറഞ്ഞിട്ട് പഠന ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. വളരെ അത്യാവശ്യമാണ്. അവിടെ എല്ലാവർക്കും, ആർക്കാണോ പഠിക്കാൻ സാഹചര്യം പ്രയാസമുള്ളത്, ഇവിടെ മതമൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുന്നില്ല. അതിന് സാഹചര്യമായിട്ട് പ്രയാസമുള്ള അനുഭവിക്കുന്ന ആരെയും സഹായിക്കാം. അതൊരു പൊതു നന്മയാണ്. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മുടെ MSMന്റെ മക്കൾ നിങ്ങളെ കാത്ത് ജുമുഅ കഴിഞ്ഞു പോകുമ്പോൾ അവിടെ നമ്മുടെ ഗേറ്റിന്റെ അവിടെ ഉണ്ടാവും. അവരെ നിങ്ങൾ അറിഞ്ഞു സഹായിക്കണം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘമായ MSM എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരവിടെ നിങ്ങളെ കാത്തു നിൽക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തരുത്. അവർക്കുള്ള പ്രോത്സാഹനങ്ങളും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു അന്വേഷണം നമ്മളിൽ നിന്നുണ്ടാവണം. നമ്മളെന്താ ചെയ്യേണ്ടത് മുതിർന്നവരിൽ നിന്ന്. കാരണം അതവർക്ക് ഒരു ആവേശമായിരിക്കണം, പ്രോത്സാഹനമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു തരത്തിൽ കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു മനസ്സിലാക്കുന്ന നല്ല മക്കളായി വളരാൻ അല്ലാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാലും ആവലാതി പറയാത്ത നല്ല കുടുംബങ്ങളായി, നല്ല മക്കളായി, നല്ല മഹല്ലുകളായി, യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള ലഹരികൾ, മാഫികളുടെയും ഒക്കെ പിടുത്തത്തിൽ നിന്ന് ഒരിക്കലും ആ ഒരു അപകടകരമായ അവസ്ഥ നമ്മുടെ നാടുകളിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ അവനാദികളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നല്ല കുടുംബങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ രോഗശമനത്തിനു വേണ്ടി നൽകുന്ന അവരുടെ ചികിത്സ അള്ളാഹു അവരുടെ രോഗശമനത്തിന് പരിപൂർണമായി ശഫിയായി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, വിശ്വാസികളായിക്കൊണ്ട് ബർസഖിയായ ലോകത്ത് കഴിയുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവരുടെ ബർസഖിയായ ലോകം സന്തോഷമുള്ളതാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ മഹ്ശറാ വൻസഭയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ പ്രവർത്തിച്ചതിന്റെ അതിന്റെ മുഴുവൻ പ്രതിഫലവും അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച നിലയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ആമിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അള്ളാഹുവിന്റെ നബിമാരോടൊപ്പം, അള്ളാഹുവിന്റെ ശുഹദാക്കളോടൊപ്പം, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളോടൊപ്പം ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. آمين برحمتك يا أرحم الراحمين.